ഓം നമഃശിവായ. ശിവമാർഗം. തളി മഹാശിവക്ഷേത്രം, കോഴിക്കോട്. 108 ശിവാലയ യാത്രയിൽ ഈ യാത്ര എത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ മണ്ണിലേക്കാണ്. നഗരമധ്യത്തിൽ തന്നെയുള്ള ശ്രീ തളി ശിവക്ഷേത്രം സാമൂതിരി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. കോഴിക്കോട് ക്ഷേത്രവും സാമൂതിരി രാജാക്കന്മാരുടെ വകയായിരുന്നു. അവരുടെ പരദേവതയായിരുന്നു. അതിമനോഹരമായ ക്ഷേത്രത്തിൽ കിഴക്കേ ഗോപുരം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ ആദ്യം വലിയ നടപ്പുരയിലേക്കാണ് എത്തുക. ഇതിനകത്തു തന്നെയാണ് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏകദേശം 100 അടി ഉയരെയാണ്. ബലിക്കൽ പുരയില്ല. താരതമ്യേന ഉയരം കുറഞ്ഞ ബലിക്കൽ കടന്ന് അകത്ത് സമചതുരാകൃതിയിൽ തീർത്ത 2 നിലകളോട് കൂടിയ ശ്രീകോവിലിൽ സാക്ഷാൽ തളിയിലപ്പൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ സമേതനായി രത്നപീഠത്തിലിരിക്കുന്ന സദാശിവ സങ്കല്പത്തിൽ കിഴക്കോട്ട് ദർശനമേകി ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഇവിടെ ദർശനം നടത്തുന്നത് കുടുംബ ഐശ്വര്യങ്ങൾക്കും സത്സന്താന ലബ്ധിക്കും ഉത്തമമായി കാണുന്നു. ശ്രീകൃഷ്ണനും തുല്യ പ്രാധാന്യത്തിൽ കൊടിമരത്തോടു കൂടിയ ക്ഷേത്രമുണ്ട്. ഉപദേവതകളായി ഗണപതി 2 പ്രതിഷ്ഠകൾ, ഭഗവതി 3 പ്രതിഷ്ഠകൾ, നരസിംഹമൂർത്തി, ശാസ്താവ്, എരിഞ്ഞപുരാൻ, നാഗദൈവങ്ങൾ. മേടമാസത്തിലെ വിഷുത്തലേന്ന് കൊടി കയറി കണി കണ്ട് 8ാം ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന ഉത്സവമാണ്. തളി ക്ഷേത്രത്തിൽ പണ്ട് നടത്തപ്പെട്ടിരുന്ന ഒരു വിദ്വൽ സദസ്സാണ് രേവതി പട്ടത്താനം. തുലാമാസത്തിലായിരുന്നു ഈ മഹാമഹം നടന്നിരുന്നത്. ശ്രീ തളി ക്ഷേത്രത്തിൽ എനിക്കും ശിഷ്യർക്കും ഉത്സവത്തിന് നൃത്തപരിപാടി നടത്തുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വടക്കുഭാഗത്ത് ക്ഷേത്രകുളവും പരിസരവും മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ ഭരണം മലബാർ ദേവസ്വം ബോർഡിനാണ്.
ശംഭോ മഹാദേവ.